ഹലോ ഗായ്സ്, അപ്പം നമ്മൾ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കല്ലായിരുന്നു പോയത്. നമ്മളൊരു ട്രിപ്പൊക്കെ പോകാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തിട്ട് നേരെ ഇവിടെ അരങ്ങേറ്റത്തും കഴിഞ്ഞ് ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ അന്നത്തെ ദിവസം നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ തൊഴുതാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീച്ച് ഈ ഒരു മേക്കപ്പ് കിട്ടി നമ്മൾ പോവാണ് ഗുരുവായൂരോട്ട്. അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. അരങ്ങേറ്റത്തിന് നമ്മളെ കച്ച ടീം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ ട്രിപ്പ് പോകാമെന്നൊക്കെ വെച്ച് പ്ലാൻ ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനെയും കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛന് ഈ ട്രിപ്പ് വരാനൊന്നും അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അച്ഛൻ ജോലി തിരക്കാണ്, നിങ്ങൾ പോയിട്ട് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ട് അച്ഛൻ രാവിലെ നേരത്തെ എണീച്ച് അച്ഛൻ പോയി കഴിച്ചപ്പം രാവിലെ എനിക്ക് ഈ ഡ്രസ്സൊക്കെ മേടിച്ചു തന്നത് ഇവിടുത്തെ ചേട്ടന്മാരാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാം നല്ല നല്ല ഡ്രസ്സുകൾ എപ്പോഴും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും മേടിച്ചു തരുന്നതാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒക്കെ ശരിയാണോ നോക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് ഫിറ്റായിരുന്നു, കറക്റ്റായിരുന്നു. പക്ഷെ ഒരു ഉടുപ്പുണ്ടായിരുന്നു, അതിൻ്റെ കഴുത്ത് മാത്രം ഇച്ചിരി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നീ തുന്നി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ എനിക്ക് ഷൂ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അരങ്ങേറ്റം 9:45 കഴിഞ്ഞു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് രാത്രി നേരെ ഒന്ന് വൃത്തിക്ക് കുളിച്ച് കിടക്കുമ്പോഴേക്കും നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഫുള്ളൊരു അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഈ ഒരു ഗുരുവായൂർ വന്നതിന് ശേഷം പിന്നെ നേരെ പോയത് ബോൾഗാട്ടി പാലസിലായിരുന്നു. അവിടെ പോകുന്ന ആ ഒരു കാറിൽ പോകുന്ന സമയത്തൊക്കെയായിരുന്നു ഞാൻ കൂടുതലും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പ് കിട്ടിയതേ നമ്മൾ ഗുരുവായൂർ വന്നിട്ടുണ്ട്. അപ്പം തലേ ദിവസം ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫോട്ടോ മാത്രം എടുക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഉള്ളിക്കൊക്കെ കയറാം, ഇവിടെ വന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളിത് നെയ്പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അവിടെ നിന്നൊക്കെ പോയി പ്രാർത്ഥിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല മസാല ദോശയായിരുന്നു കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു കടയിൽ കയറാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കട. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ സാധനങ്ങൾ വെച്ചിട്ട് താഴെ മാത്രമല്ല മുകളിലുണ്ടായിരുന്നു. വലിയ കടയായിരുന്നു. അപ്പം ഇത് കയറാനായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ല ഇതെന്താ കട, ഇങ്ങനെയാണോ എങ്ങനത്തെ ആണെന്നൊന്നും അറിയത്തൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ ഇതൊക്കെ അവിടെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് നമുക്ക് ക്രാബ്, ഒരുപാട് കമ്മലുകൾ, കുപ്പിവളായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ്. കുറേ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു കുഞ്ഞി പാവക്കുട്ടിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാവക്കുട്ടി എനിക്ക് കസേല ചേട്ടൻ മേടിച്ചു തന്നാണ്. അപ്പോൾ എന്നെപ്പോലെ ഉണ്ട് കാണാനായിട്ട്, മുടിയൊക്കെ ഇങ്ങനെ ഒരുമാതിരി മൊത്തത്തിൽ പറന്ന് കിടക്കുന്നുണ്ട്, എന്നെപ്പോലെ ഉണ്ട് കാണാനൊക്കെ പറഞ്ഞ് മേടിച്ചാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്ക് കാണാണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തലേ ദിവസം അരങ്ങേറ്റത്തിൽ വെച്ച് ഞാൻ എവിടെയോ കൊണ്ടുപോയി വെച്ച് അതേ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കറക്റ്റ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ സാധനം. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. രാവിലെയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം കറക്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതന്നെ മേടിച്ച് അവിടെ നമ്മൾ റൂമിൽ വരുമ്പോഴേക്കും ഭയങ്കര ചൂടായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര ചൂടായിരുന്നു. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മൊത്തം പൊള്ളിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് പൂളിൽ പോയി ചാടാമെന്ന് വിചാരിച്ച് നേരെ മേളിൽ കയറിപ്പോയി. ഇവിടെ പൂളുണ്ടായിരുന്നു. ഞങ്ങൾ ചാടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു, കാര്യം ബോൾഗാട്ടി പാലസിൽ പൂളുണ്ട്. പക്ഷേ അവിടെ പ്രൈവസി ഉണ്ടാവുമോ എന്നറിയത്തില്ലായിരുന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ടൈം എടുത്ത് മെല്ലേക്ക് കളിച്ച് കുളിച്ച് പോവാം. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ തിരക്കുണ്ടാവുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ പൂളിൽ പോയി ചാടിയില്ലായിരുന്നു. അവിടെ എന്തോ ഒരു സുഖം തോന്നിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 പൂളായിട്ടുണ്ട്. ഒന്ന് എൻ്റെ മുട്ടിൻ്റെ അത്ര വെള്ളമുള്ളൂ, ഒന്ന് എന്നെക്കാളും വെള്ളമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരേ ഹൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആരും ചാടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ ചാടിയത് എന്തുകൊണ്ട് നന്നായെന്ന് തോന്നി. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുളിച്ച് അവസാനം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഭയങ്കര ടാനായിരുന്നു. മൊത്തത്തിൽ കാലിൻ്റെ ഭാഗം ഫുള്ള് ടാനായിരുന്നു. മൊത്തം ആ ക്ലോറിൻ വാട്ടറും പിന്നെ ആ ഒരു വെയിലും
ആയിട്ട് ഭയങ്കര ടാനടിച്ച് എല്ലാവരും കറുത്തിരുന്നായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പ്ലാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുടെ ടൈറ്റാനിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണേ. അവിടെ പൂളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം എന്തായാലും അറിയായിരുന്നു ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും പോയി റൂമിൽ പോയി ഇതേ ബാത്റൂമിലൊക്കെ പോയി കുളിച്ചിട്ടാണ് പിന്നെയാണ് ഡ്രസ്സൊക്കെ മാറ്റിയത്. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് പിന്നെ ബുൽഗാട്ടി പാലസിൽ റൂം എടുക്കണമെന്നൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ റൂം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഉള്ളിൽ തന്നെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ റൂം എടുത്തത്. അവിടെ റൂം എടുക്കാത്തവർക്ക് എന്തായാലും ഫോട്ടോസും വീഡിയോസും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ആയിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ നല്ലൊരു സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. നല്ല ഒരു മറക്കാൻ പറ്റാത്ത സദ്യയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലത്തെ അവിടെ പായസമൊക്കെ നല്ലതായിരുന്നു. അവിടെ നമ്മൾ പായസമൊക്കെ ചോദിക്കുന്ന സമയത്ത് എത്ര വേണമെങ്കിലും തരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കടയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പിള്ളേരെല്ലാവരും ഒരു കാറിലായിരുന്നു. പിന്നെ അമ്മയും ബാക്കിയുള്ളവരെല്ലാവരും വേറെ കാറിലായിരുന്നു. ഞങ്ങൾ 2 കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പേരുള്ളതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതിരുന്നത്. പോകുന്ന വഴിക്ക് നല്ല വ്യൂ ആയിരുന്നു എല്ലാവിടെയൊക്കെ. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളിതേ ബുൽഗാട്ടി പാലസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനുള്ളിൽ തന്നെ ബുൽഗാട്ടി പാലസും ഒരുപാട് കാണാനുണ്ട്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഫുള്ള് വലിയ ഗ്രൗണ്ട് പോലായിരുന്നു. മൊത്തത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ റീലെടുക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ റീലൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമായിരുന്നതുകൊണ്ട് നമ്മൾ ഡാൻസ് റീലായിക്കോട്ടെ എല്ലാം നമ്മുടെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം എടുക്കാൻ പറ്റാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഞങ്ങൾ സമാധാനത്തിൽ പോകുന്ന സമയത്ത് ഒരു വണ്ടിക്ക് ബാക്കിലുള്ള വണ്ടിക്ക് ബ്രേക്ക് കിട്ടാണ്ട് ചെറുതായിട്ടൊന്ന് വന്ന് ഇടിച്ചായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വലിയ പരിക്കൊന്നും ഉണ്ടായില്ല. ചെറുതായിട്ട് കാറിൻ്റെ എന്തോ മറ്റേ ടയറിൻ്റെ എന്തോ സാധനം പൊട്ടി. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നിൽക്കാനോ അതേപോലെ ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് പിറ്റേ ദിവസമായിരുന്നു നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം നമ്മളെല്ലാം ചുറ്റി കാണാമെന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഒരുപാട് സ്ഥലങ്ങളൊന്നും ചുറ്റി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ വന്ന് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണുമ്പോഴേക്കും ഇരുട്ടായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നേരെ പോയി. അപ്പോൾ ഗൈസ് ഇതാണ് ബുൽഗാട്ടി പാലസ്. അപ്പം ഏകദേശമുള്ളവർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ. അപ്പം ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ വന്നിട്ടും എനിക്കറിയില്ലായിരുന്നു ഈ സ്ഥലത്താണ് ഞാൻ കണ്ടിട്ടുള്ള കുറേ സിനിമകളും ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു. പിന്നെ അമ്മയ്ക്കാണ് പറഞ്ഞു തന്നത് ഇതാണ് ബുൽഗാട്ടി പാലസ് ഇവിടെ വെച്ചിട്ടാണ് കുറേ ഷൂട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ബുൽഗാട്ടി പാലസിൻ്റെ സൈഡിൽ തന്നെ ആയിരുന്നു പൂള്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചാടാൻ പറ്റാതിരുന്നത് പൂളിൽ. കാര്യം അവിടെ വരുന്നവരെല്ലാവരും ബുൽഗാട്ടി പാലസ് കാണാൻ വരും. കാണാൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങളവിടെ കാര്യമായിട്ട് കളിച്ച് കുളിച്ചുകൊണ്ടിരുന്നെങ്കിൽ സമ്മതിക്കാനൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു ഇതിലൊരു പ്രൈവസി ഇല്ലാത്ത പോലെ. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഒന്നും പോവാതിരുന്നത്. പിന്നെ ഇതായിരുന്നു നമ്മളുടെ റൂം. എനിക്ക് റൂമിനേക്കാൾ ഇഷ്ടമായത് ബാത്റൂമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ബാത്റൂം. നല്ലൊരു എന്താ പറയുക ഭയങ്കരമായിട്ടൊരു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടുത്തെ പുറത്തത്തെ വ്യൂ ഇതൊന്നും ഞങ്ങൾക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ രാത്രി അവിടെ പെട്ടുപോയായിരുന്നു. വണ്ടി ഇടിച്ചുകൊണ്ട് തന്നെ ഞങ്ങളവിടെ പെട്ടുപോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും അധികം ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബുൽഗാട്ടി പാലസ് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടർലേക്കായിരുന്നു പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. ഇങ്ങോട്ടേക്കേ അല്ലായിരുന്നു. പക്ഷേ ആ ടൈമിലൊക്കെ എറണാകുളത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഞങ്ങൾ ബുൽഗാട്ടി പാലസിൽ ഉള്ളിൽ കയറുന്നതിന് മുന്നേ വരെ ഞാൻ വിചാരിച്ചത് ഇത് അത്ര നല്ലോണം വലുതാണ്, നല്ല നീളമുള്ളതാണെന്നാണ്. പക്ഷെ അല്ലായിരുന്നു. ഇത് ഉള്ളിൽ കയറി ഒരു വലിയൊരു ഹോള് പോലത്തെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പുറത്തോട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറേ നോക്കി. അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത കഥകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കുറേയൊക്കെ. ഇതാണ് ബുൽഗാട്ടി പാലസിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഒന്നുമില്ല. ജസ്റ്റ് അവിടെ നിന്ന് കയറിപ്പോകാനായിട്ട് മുകളിൽ കയറിപ്പോകാനായിട്ടൊരു ഇതുണ്ടായിരുന്നു, സ്റ്റെപ്പ് പോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പുറത്തെ ഭാഗം ഏതൊരു റൂമും ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ വിചാരിച്ചത് ഉള്ളിലേക്ക് നല്ലോണം വലുപ്പം ഉണ്ടാവുന്നൊക്കെ, പക്ഷെ ഇല്ലായിരുന്നു. ഇതാണ് ബുൽഗാട്ടി പാലസ്. ഇദ്ദേഹത്തിന് കുറേ കണ്ണുകളുണ്ട്. ഇതിന് പകുതി തുണി എടുത്തിട്ടുണ്ട്. അയാളുടെ
ചായയൊക്കെ പുറത്താ. ഇതിൻ്റെ കഴുത്തിനെന്തോ പറ്റി, കണ്ണിനെന്തോ പറ്റി. ഇവൻ കരയുക, ഒരാളെ കല്ല് കടിച്ച്. അതിൻ്റെ കാലെന്തെങ്കിലും ഇരിക്കുന്നു, ഇതിൻ്റെ കാലെന്തെങ്കിലും ഇരിക്കുന്നു. ഒരാൾ ബാക്കിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഒരാൾക്ക് 3 തലയുണ്ട്. എന്തോ കമ്പും പോലെ വിളിച്ചിരിക്കുന്നു. ഇങ്ങനെ വിളിച്ചിരിക്കുന്നു. തോ അയാളുടെ കയ്യിലൊക്കെ കണ്ടു, എന്തോ അവിടെ ഇവിടെ കണ്ടു. അതല്ലാണ്ടും കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പെയിൻറ്റിങ്സിലൊക്കെ എന്തൊക്കെയൊക്കെയോ കുറേ ഉള്ളിൽ തന്നെ, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ മീനിങ്സൊക്കെ ഉണ്ട്. പക്ഷേ എന്താ സംഭവം നമുക്ക് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള പോലെ ഉണ്ടാകും, പക്ഷെ എന്താണെന്നറിയത്തില്ല. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ ബോൾഗാട്ടി പാലസിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ പോയിരുന്ന്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിക്കാൻ നമ്മൾ മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സംഭവം ഇത് സലാഡാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാബേജ് വെറുതെ അരിഞ്ഞു വെച്ചതായിരുന്നു. എനിക്ക് ഒന്നാമത്തെ ക്യാബേജ് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വേറെന്തോ സാധനം എന്ന് വിചാരിച്ച് അതങ്ങനെ എടുത്ത് തിന്നു, അങ്ങനെ പച്ചയ്ക്ക് ഞാൻ തിന്നു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി, പക്ഷേ എനിക്ക് മാത്രം തീരെ ഇഷ്ടമല്ല. എനിക്ക് ക്യാബേജ് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഒരുപാട് നേരത്തെ എണീച്ചില്ല, എന്നാലും ഇച്ചിരി നേരത്തെ എണീച്ച് ഇതേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. ഇവിടെ ബോൾഗാട്ടി പാലസിൽ തന്നെ ഇവിടെ തന്നെ ഫുഡ് ഉണ്ട്. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എണീച്ചതേ പോവാണ്. അങ്ങനെ നമ്മൾ ചാടി ഇവിടെ നമ്മളുടെ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻ്റ് അല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഫുഡ് കഴിക്കുന്ന, ഇവിടെ തന്നെ ഫുഡ് തരുന്ന എന്തോ ഒരു സാധനമാണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ജാടത്തരകൾ, ഇവർ കല്യാണം കഴിച്ചതിൻ്റെ കെട്ടിയോളായതിൻ്റെ ഒരു അഹങ്കാരം കാണിക്കണം എൻ്റെ മുന്നിൽ, എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം നമ്മളതേ ഉള്ളിലൊക്കെ കയറി. ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. കുറേ നിരത്തി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ കുറേ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട്. ഞാൻ അവിടെ പോയി, എനിക്കവിടെ എന്തോ ഒരു ബ്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടാണ് ബ്രെഡ് തുടങ്ങിയത്. പക്ഷെ എനിക്ക് ആ ബ്രെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് മാത്രമാണ് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ അവിടുത്തെ മുട്ടക്കറി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സോസേജ് കഴിച്ചത്. ഇതിന് മുന്നേ എനിക്ക് സോസേജ് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ കടയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ അങ്ങനെ സോസേജൊക്കെ കഴിച്ചു. കഴിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് പക്ഷേ ഒരുപാട് ഇഷ്ടമായില്ല. പക്ഷെ ഗായത്രി ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് റീലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം തലേദിവസം റീലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നാണ് നമ്മൾ റീലെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പൂള്. അപ്പോൾ പൂളിൻ്റെ അടുത്ത് വന്നപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പൂൾ ഈസ് ക്ലോസ്ഡ് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു 8 മണിക്ക് തുറക്കും, പക്ഷേ പൂൾ ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് അവിടെ ഉള്ളത് തന്നെയാണ്, പൂള് ക്ലോസ്ഡ് ആയിട്ടല്ല, അത് അവിടെ നിന്ന് മാറ്റാത്തതാണ്. പിന്നെ അവിടെ പോയി നമ്മൾ നേരെ പോയത് ബോൾഗാട്ടി പാലസിൻ്റെ ഫ്രണ്ടിൽ പോയി ഫോട്ടോ എടുക്കാനായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ നന്ദു ഏട്ടനും ഗോപി ചേച്ചിയും കൂടെ കപ്പിൾസിൻ്റെ ഫോട്ടോഷൂട്ട്. അതാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോസ് ചെയ്യാനായിട്ടൊരു സംഭവം പറഞ്ഞു കൊടുത്തെങ്കിൽ അവർക്ക് ചെയ്യാൻ അറിയണം. ഞാൻ വരെ പോസ് പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി ഗൈസ്. പിന്നെ അവിടെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് നേരെ പോയി. അവിടെ പോയി ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം അവിടെ നിന്ന് ഏതോ ഒരു ഡാൻസ് ആട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുക്കാം, ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ രസം ഉണ്ടാകുന്നൊക്കെ വിചാരിച്ച് അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് വലിയ കായലുണ്ടായിരുന്നു. ഇത് ബോൾഗാട്ടി പാലസിൻ്റെ ഫ്രണ്ടിലത്തെ കായലാണ്. ഇതന്നെയാണ് നമ്മൾ റൂമിൽ നോക്കിയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ ശേഷം റീലെടുത്ത് കഴിഞ്ഞു. പിന്നെ എപ്പോഴും ചിരിച്ചിട്ടുള്ള ഫോട്ടോസ് അല്ലെന്ന് വിചാരിച്ച് ഒറ്റയ്ക്കുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡ് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതേ അവിടെ പൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി പിക്സൊക്കെ എടുത്ത് നമ്മളിങ്ങി നേരെ ഇവിടെ നിന്ന് പോവാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വീട്ടിലേക്കാണ്. ജസ്റ്റ് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു വീട് പോലെ എടുത്തായിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ പുറത്ത് പോയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന അവിടെ കാഴ്ച കാണുന്നത് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അത് ഭയങ്കര അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പം ഞാൻ കാർ ഇടിച്ചു പറഞ്ഞില്ലേ, അപ്പം ടയറിലായിരുന്നു ഇടിച്ചിട്ടുണ്ടായിരുന്നത് വേറെ കാറ്, അതുകൊണ്ട് ഇതായിരുന്നു പൊളിഞ്ഞു എന്ന് പറഞ്ഞത്. പിന്നെ അവിടെ നമ്മൾ നേരെ പോയിട്ട് ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സദ്യ കഴിക്കണം എന്ന് വിചാരിച്ച് കയറിയതല്ല, പക്ഷേ എപ്പോഴും നമ്മൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നോൺ വെജിൽ കഴിക്കുന്നത്, അതുകൊണ്ട് ഒരു സദ്യയൊക്കെ കഴിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ച് ഇതിൻ്റെ തലേദിവസം കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സദ്യ എന്നൊക്കെ പറഞ്ഞാൽ ആ സദ്യ അതുപോലത്തെ ഒരു സദ്യ ഞങ്ങൾ മേടിച്ച് കഴിച്ച്. ഇത് നല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ വീട്ടിലേക്ക് എത്തി. ഇത് ഭയങ്കര കുഞ്ഞു വീടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
എനിക്ക് വലിയ വീടിനേക്കാളും കുഞ്ഞു വീടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ നമ്മളുടെ വീഡിയോ എത്രയുള്ളപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ബാക്കി ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അതുവരയ്ക്കും ബൈ.